സയ്യിദുൽ ബഷർ 50-ാമത്തെ വീഡിയോ ആണ് ഇൻഷാല്ല നമ്മൾ കാണുന്നത്. ഖുറൈശികളുടെ നബിതങ്ങൾക്കെതിരെയുള്ള നിലപാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് വരുന്നവരെ അകറ്റുക, ഇതായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആ വിഷയമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അത്തൻഫീറു വത്തഹദീറു, അതായത് ആൾക്കാരെ അകറ്റുക, ആൾക്കാർക്ക് ഭീഷണിപ്പെടുത്തുക. 12-ാമത്തത് കാനു യുനഫിറൂന വയുഹദ്ദിറൂന, ജനങ്ങളെ അകറ്റുകയും ഭയപ്പെടുത്തുകയും ചെയ്യുകയും. കുല്ലമൻ യഖ്ദിമു മക്കത്ത, മക്കയിൽ വരുന്ന എല്ലാവരോടും നേരത്തെ ചെന്ന് പറയാം. മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളെ കുറിച്ച്. ഹത്താ ഇന്ന തുഫൈൽ ഇബ്നു അംർ സയ്യിദു ദൗസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു. അറേബ്യയുടെ പുറത്താണ്, മക്കയുടെ പുറത്താണ്. ലമ്മ ഖദിമ മക്കത്ത, മക്കയിൽ വന്നപ്പോ മാസാല ബിഹി അഷ്റാഫു ഖുറൈശിൻ, ഖുറൈശികളിലെ പ്രധാനികൾ അദ്ദേഹത്തിൽ നിന്ന് കാണാൻ തുടങ്ങി. ഹത്താ ഹഷാഫി ഉദിനൈഹി, അവസാനം എല്ലാം കൂടെ അദ്ദേഹം പേടിച്ചിട്ട് എന്ത് ചെയ്തു, തന്റെ ചെവിയിൽ നിറച്ചു വെച്ചു, ഖത്വനം പഞ്ഞി നിറച്ചു വെച്ചു. ഫറഖൻ മിന്ന യബ്ലുഹു ശൈഉൻ മിൻ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ വാക്ക് വല്ലതും കേൾക്കുന്നത് ഭയപ്പെട്ടിട്ട് പഞ്ഞി നിറച്ചു വെച്ചിട്ട് കഅബയിലേക്ക് ചെന്നു. വലാകിൻ അബല്ലാഹു ഇല്ല അൻ യസ്മഅഹു, അള്ളാഹു അദ്ദേഹത്തിന് കേൾക്കാനുള്ള ഭാഗ്യം കൊടുത്തു. ബഅദ ഖൗലിഹി, നബി തങ്ങളുടെ ചില വാക്കുകൾ, അതായത് ഖുർആനിന്റെ ഏതാനും ഭാഗം കേൾക്കാനുള്ള ഭാഗ്യം കൊടുത്തു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസല്ലി ഇൻദൽ കഅബത്തി, കഅബയുടെ അടുക്കൽ വെച്ച് നിസ്കരിക്കുകയായിരുന്നു. ആ കേൾക്കാനുണ്ടായ അവസരം. ഫസമിയ മിൻഹു സൗതൻ ഹസനൻ, നല്ല ശബ്ദം, നബി തങ്ങളുടെ ഭംഗിയുള്ള ശബ്ദം, ഖുർആൻ കേട്ടു. ദഅാഹു ഇലാ അൻ യർമിയൽ ഖത്ന, അത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഇലാ അൻ യർമിയൽ ഖത്ന, പഞ്ഞി വലിച്ചെറിയാൻ, മിൻ ഉദ്നിഹി, ചെവിയിൽ നിന്ന്. വയഖൂലു ഫീ നഫ്സിഹി, അദ്ദേഹം സ്വയം തന്നെ ചിന്തിച്ചു, വല്ലാഹി ഇന്നി ലറജുലുൻ ലബീബുൻ ഷായിറുൻ, ഞാൻ നല്ല ഒരു ബുദ്ധിയുള്ള കവിത ചൊല്ലാൻ അറിയുന്ന ആളാണ്, നല്ല സാഹിത്യം അറിയുന്ന ആളാണ്. മാ യഖ്ഫ അലയ്യൽ ഹസനു മിനൽ ഖബീഹ്, സ്വീകരിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ എനിക്കറിയില്ലേ. ഫമാ യംനഉനി അൻ അസ്മഅ മിൻ ഹാദർ റജുലി മാ യഖൂലു, ഈ മനുഷ്യനെന്ന് പറയുന്നത് കേൾക്കുന്നതിന് എന്താ തടസ്സം. ഫൈൻ കാന അല്ലദീ യഅതി ബിഹി ഹസനൻ ഖബിൽതുഹു, അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ഖബിൽതു, ഞാൻ സ്വീകരിക്കും. ഫൈൻ ഖബീഹൻ തറക്തുഹു, അത് മോശമാണെങ്കിൽ ഇത് തള്ളണം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാ ഞാനിങ്ങനെ കേൾക്കുന്നത് ഭയപ്പെടുന്നത്, എന്തിനാ. ഫലമ്മൻ സ്വറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈതിഹി, നബി തങ്ങൾ വീട്ടിലേക്ക് പിരിഞ്ഞു പോയപ്പോ തബിയഹു തുഫൈലു, നബി തങ്ങളെ എങ്ങോട്ടാ പോകുന്നത് നോക്കിയിട്ട് നബി തങ്ങളെ പിന്നാലെ പോയി. ഹത്താ ഇദ ദഖലൽ ബൈത, അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോ അറള അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. തല അലൈഹിൽ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഖാല തുഫൈലു റളിയല്ലാഹു അൻഹു, തുഫൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലാ വല്ലാഹി മാ സമീതു ഖൗലൻ ഖത്തു, ഞാൻ ഇതുപോലെ ഒരു സംസാരം കേട്ടിട്ടില്ല. അഹ്സന മിൻഹു വലാ അംറൻ അഅദല മിൻഹു, ഇതിനേക്കാൾ നല്ലതും ഇതിനേക്കാൾ സമ്പൂർണമായതുമായ ഒരു കാര്യം ഞാൻ വേറെ കേട്ടിട്ടില്ല. ഫഅസ്ലമ വഅഅദ ഇലാ ഖൗമിഹി, ഇസ്ലാം സ്വീകരിച്ചിട്ട് തന്റെ സമൂഹത്തിലേക്ക് തിരിച്ചുപോയി. യദ്ഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. ഈ ചരിത്രം വ്യക്തമായി പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ നൽകാം, നിങ്ങൾക്ക് കേട്ടു നോക്കാവുന്നതാണ്. സുമ്മലമ്മ ഖദിമ അലൈഹി ബഅദൽ ഹിജ്റത്തി, ഹിജ്റ കഴിഞ്ഞിട്ട് മദീനയിലുള്ളപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തുഫൈൽ വന്നപ്പോ വഹുവ ബി ഖൈബർ, നബി തങ്ങൾ അന്ന് ഖൈബറിലാണ്. കാന മഅഹു മിമ്മൻ അസ്ലമ, ഇസ്ലാം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് മിൻ ദൗസിൻ, ദൗസ് ഗോത്രത്തിൽ നിന്ന് 70 ഔ 80 ബൈത്തൻ, 70-80 വീട്ടുകാരുണ്ടായിരുന്നു കൂടെ. അത്രയും പേര് ഇസ്ലാം സ്വീകരിച്ചു. ഇതാണ് ഖുറൈശികളുടെ നിലപാട് കൊണ്ടുണ്ടാകുന്ന നേട്ടം. 13 ജലസൂഫി തുറുഖി ഫി മവാസിമിൽ ഹജ്ജ്, ഹജ്ജിന്റെ സീസണിലെ വഴികളിലൊക്കെ ഖുറൈശികൾ പോയിരിക്കും. കമാ തഖദ്ദമ, നേരത്തെ പറഞ്ഞ പോലെ. യുഹദ്ദിറൂനൽ ഖാദിമീൻ, വരുന്നവരൊക്കെ അവര് വിവരം മുന്നറിയിപ്പ് നൽകാൻ. മിൻ ശത്താ ഖബാഇലിൽ അറബ്, അറബി വ്യത്യസ്ത ഗോത്രങ്ങളെയൊക്കെ അവർ മുന്നറിയിപ്പ് കൊടുക്കാൻ. ഫയഖൂലൂന ലഹു, അവരോട് പോയിട്ട് പറയും, ഇന്നബി മക്കത്ത സാഹിറൻ, മക്കയിലെത്തിയാല് അവിടെ ഒരു സാഹിറൻ, യുഫരിഖു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ അയാൾ ഭിന്നിപ്പുണ്ടാക്കും. ഫഹദറൂഹു, നിങ്ങൾ ശ്രദ്ധിക്കണം. ഫമാ കാന മിൻ ദാലിക ഇല്ല ഇസ്തിഹാറ ദിക്രിഹി ഫിൽ ബിലാദി, അതെന്തായി മാറി, നേരത്തെ നബി തങ്ങളെ അറിയാത്ത നാട്ടുകാർക്കും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനുള്ള ഒരു മാർഗമായി അത് മാറി. അപ്പൊ ശത്രുത ഉണ്ടാവുക എന്നത് ഒരു സംഗതി പ്രചരിക്കാനുള്ള വഴികളിൽ ഒരു വഴിയായിട്ട് കൂടി
അത് മാറാം. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഒരു ശത്രുത ഉണ്ടാകുമ്പോഴേക്ക് ഭയപ്പെടുകയോ അല്ലെങ്കിൽ അതൊരു വലിയ മുടക്കമാണ് എന്ന് കാണുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നുകൂടിയാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്.